എതിർപ്പോടെയല്ലേ അവര് മണ്ഡപത്തിൽ നിന്ന് പോയത്. ഗോപികയ്ക്ക് ഈ ജാതക ദോഷം ഉണ്ടെന്നല്ലേ അവരിപ്പോഴും കരുതുന്നത്. അത് അപകടമല്ലേ? അതോർക്കുമ്പോ എനിക്കൊരു മനസമാധാനവും ഇല്ല. ആ വീട്ടിൽ ഗോപിക ഏത് അവസ്ഥയിലായിരിക്കും കഴിയേണ്ടി വരിക, എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഈശ്വര, വല്ലാത്ത പരീക്ഷണമാണല്ലോ. അമ്മ എന്തായാലും ഹോൾഡ്. ഞാൻ ഗോപിയും കൂടി കണക്ട് ചെയ്യും. അവളോടൊന്ന് സംസാരിക്കമ്മേ. ദേ ഗോപിക വന്നിട്ടുണ്ടമ്മേ. മോളെ, നടന്നതല്ല ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ അമ്മയുടെ അനുവാദം വാങ്ങാനോ അനുഗ്രഹാശംസകളെ സ്വീകരിക്കാനോ സാധിച്ചില്ലമ്മേ. സാരല്ല മോളെ, അമ്മ മനസ്സുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിച്ചിരിക്കുന്നു. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ആദ്യമുള്ളൂ. നീ അവിടെ എങ്ങനെ പിടിച്ചു നിന്നു മോളെ? അതൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. ഋഷിയില്ല എന്റെ കൂടെ. ഋഷിയുടെ സ്നേഹവും കരുതലും മാത്രം മതി എനിക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ. ഋഷി എനിക്ക് തരുന്നത് വലിയ ധൈര്യം അമ്മ. നമുക്ക് ആ ധൈര്യം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് സമാധാനമാണ്. എനിക്കൊരു സങ്കടമേ ഉള്ളൂ. എന്റെ വിവാഹത്തിന് എന്റെ അമ്മയ്ക്ക് എത്താൻ പറ്റിയില്ലല്ലോ. അച്ഛനോ കൂടെ ഇല്ലല്ലോ. അച്ഛൻ വളരെ മുൻപേ പോയി. അമ്മയും അടുത്തില്ലായിരുന്നല്ലോ. അയ്യോ, അമ്മേ എന്താ ഓർക്കുന്നത്? ഞാൻ നിങ്ങളുടെ അച്ഛനെ നമുക്ക് നഷ്ടപ്പെടുത്തിയ ആളിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. അയാളെ ഞാൻ എന്തെങ്കിലും കാണും. കട്ടായോ? അമ്മേ, അമ്മേ, അമ്മ പോയി. ഗോപിക കാണുന്നില്ലല്ലോ. അവളുടെ കോള് കട്ടായിന്ന് തോന്നുന്നു അമ്മേ. എന്നാ പിന്നെ നീയും വെച്ചോ. ഒരു കാര്യം മോള് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോപികയുടെ ഭാവി പ്രശ്നത്തിലാക്കരുത്. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. മലനിരയുടെ നെഞ്ചുപോലെ